LP, UP, CATEC, Education and Child Psychology, Class 19, Model Questions. ഫസ്റ്റ് വൺ, ബ്രൂണറുടെ സിദ്ധാന്തമനുസരിച്ച് പ്രവർത്തനത്തിലൂടെ സംപ്രത്യയം രൂപപ്പെടുന്ന ഘട്ടം ഏത്? പ്രവർത്തന ഘട്ടം. സെക്കൻഡ് വൺ, ശിശുവികാസത്തിൽ പ്രതിബിംബാത്മക ഘട്ടം നിർണയിച്ച ചിന്തകൻ ആര്? ബ്രൂണർ. തേർഡ് വൺ, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രതിരൂപാത്മക ഘട്ടം, ബിംബനഘട്ടം, പ്രവർത്തനഘട്ടം. ഓപ്ഷൻ ബി പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓപ്ഷൻ സി ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തനഘട്ടം. ഓപ്ഷൻ ഡി പ്രവർത്തനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ബിംബനഘട്ടം. ആൻസർ ഈസ് ബി, പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഫോർത്ത് വൺ, കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ രചിച്ചത്? ബ്രൂണർ. ഫിഫ്ത്ത് വൺ, ആശയ സമ്പാദന മാതൃകയുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതി അറിയപ്പെടുന്നത്? ചാക്രികാരോഹണ പദ്ധതി, സ്പൈറൽ കരിക്കുലം. സിക്സ്ത് വൺ, കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. സെവൻത് വൺ, പണ്ട് കണ്ട വസ്തുവിനെ ചിത്രീകരിക്കാനും വിശദീകരിക്കാനും കഴിയുന്ന ഘട്ടം? ബിംബാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. എയ്ത്ത് വൺ, കണ്ടെത്തൽ പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രൂണർ. നയൻത് വൺ, എ സ്റ്റഡി ഓഫ് തിങ്കിങ് ആരുടെ പുസ്തകമാണ്? ബ്രൂണർ. ടെൻത്ത് വൺ, ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ഊഹനഘട്ടം, ഓപ്ഷൻ ബി പ്രവർത്തനഘട്ടം, ഓപ്ഷൻ സി ബിംബനഘട്ടം, ഓപ്ഷൻ ഡി പ്രതിരൂപാത്മക ഘട്ടം. ഇതിലെ ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് എ ഊഹനഘട്ടം. ഇനി ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ബ്രൂണർ, പിയാഷെ. ഇതിൽ ബ്രൂണറുടെ പ്രവർത്തന ഘട്ടത്തിന് സമാനമായിട്ടുള്ള ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. അതുപോലെ ബിംബന ഘട്ടത്തിന് സമാനമായതാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം. അതുപോലെ പ്രതീകാത്മക ഘട്ടത്തിന് സമാനമായതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇത് ഓർത്തു വയ്ക്കുക. താങ്ക് യു.